എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരുപാട് പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ ഒരു ഫാമിലിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാവരെയും പരിചയപ്പെടാം. ഒന്ന് മോളുടെ പേര് പറയാമോ? എൻ്റെ പേര് ദേവനന്ദ രാജേഷ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഓക്കെ, ദേവനന്ദ രാജേഷ് കോഴിക്കോടിൽ നിന്നാണ് വരുന്നത്. മാഡം? എൻ്റെ പേര് ബബിത. ഞാൻ ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചറാണ്. ഓക്കെ, മാഡം ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചറാണ്. സാറോ? ഞാൻ റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനാണ്. എൻ്റെ പേര് നിരഞ്ജന രാജേഷ്. ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഓക്കെ, അതായത് ഒരു ഫാമിലി ഒരു കോഴിക്കോട്ടിൽ നിന്ന് ഇന്ന് ഇവിടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാം. കയ്യിൽ എന്തുണ്ട്? ഒരു ക്യാഷ് പ്രൈസ് കൂടെ ഉണ്ട്. സോ എത്ര ഉണ്ടായിരുന്നു മോളുടെ നീറ്റിൻ്റെ റാങ്ക്? എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 483, മാർക്ക് 705 ആയിരുന്നു. അതായത് 483 ഓൾ ഇന്ത്യ റാങ്കിലുണ്ട്. അതുപോലെ തന്നെ മാർക്ക് 705. ദേവനന്ദ രാജേഷ് 705 മാർക്ക്, 483 റാങ്ക്, 25,000 രൂപയും ഗോൾഡ് മെഡലും മെമന്റോയും ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദേവനന്ദ രാജേഷ്. എഴുന്നൂറ്റിയഞ്ച് മാർക്ക് നേടിയ ഒരു മിടുക്കി കൊച്ചാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു ഹൈലൈറ്റ് കൂടിയുണ്ട്. റിപ്പീറ്റേഴ്സ് ആയിരുന്നോ? അല്ല, ഞാൻ റെസിഡൻഷ്യൽ ബാച്ച്. അല്ല, റെസിഡൻഷ്യൽ ബാച്ചാണ്. അതായത് +1 +2 പഠനത്തോടു കൂടെ തന്നെ പഠിച്ച് ഇപ്രാവശ്യം എന്ത് കരസ്ഥമാക്കി? റാങ്ക് കിട്ടി. ഓൾ ഇന്ത്യ ലെവലിൽ 500-ൽ താഴെ റാങ്ക് കിട്ടി. മാത്രമല്ല ക്യാഷ് പ്രൈസ്. സോ എന്താണ് തോന്നുന്നത്? അതുപോലെ തന്നെ മാഡം, ഫുൾ ഫാമിലിക്ക് എന്താണ് തോന്നുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. അവളുടെ ഒരു അക്കാഡമിക് ഇതിൽ ബ്രില്യൻറ്റിനുള്ളൊരു സ്ഥാനം വളരെ വലുതാണ്. ഞങ്ങളുടെ ഒരു പ്രത്യേക നന്ദി അതിന് ബ്രില്യൻറ്റിന് വേണ്ടി അറിയിക്കുകയാണ്. അവൾ ചെറുപ്പം തൊട്ടേ തന്നെ സിസ്റ്റമാറ്റിക് ആയിരുന്നു പഠനത്തിൽ. പിന്നെ വീട് വിട്ട് നിൽക്കുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സാപ്സ് സ്കൂളിലാണ് അവൾ പഠിച്ചത്, സെൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂൾ, കാഞ്ഞിരപ്പള്ളി. പക്ഷെ അവിടുത്തെ സ്കൂൾ സിസ്റ്റവും നല്ലതാണ്. അവിടുത്തെ പ്രത്യേകിച്ച് അവളുടെ ക്ലാസ് ടീച്ചർ, ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് ടീച്ചറും അവളുടെ 2 വർഷത്തെ ക്ലാസ് ടീച്ചറായ ഷാരി മാഡം, ഇവർ രണ്ടുപേരും, ബിനുസാറും ഷാരി മാഡമാണ് അവളുടെ ഒരു സ്ട്രോങ് പില്ലേഴ്സായിട്ട് ഈ ഒരു നേട്ടത്തിൻ്റെ പിന്നിലുള്ളത്. അതായത് ഈ രണ്ട് ക്ലാസ് ടീച്ചർമാരാണ് എന്താണ് ഈ സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിസൾട്ടിൻ്റെ എന്തുണ്ട് ബാക്ക് ബോൺ എന്ന് പറയാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് +1 +2 പഠനം, അതും CBSE സ്കൂളിൽ, അതിൻ്റെ കൂടെ നീറ്റിൻ്റെ സ്കോറ്, മോഡൽ എക്സാം. എങ്ങനെയായിരുന്നു മോളെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? കുറച്ച് എളുപ്പമല്ല അത്, പക്ഷേ നമ്മൾ അതായിട്ട് യൂസ്ഡ് ആവുമ്പം ആ സിസ്റ്റം അങ്ങനെയാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് തിയറി കുറച്ച് ഡെപ്തിൽ പഠിക്കുന്നു. ബ്രില്യൻറ്റിൽ വരുമ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസും മോഡൽ എക്സാംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു പാറ്റേൺ ഓഫ് റൈറ്റിംഗ് നീറ്റ് എക്സാം എന്നുള്ളത് നമ്മൾ ഫെമിലിയറൈസ്ഡ് ആവും. അപ്പോൾ അത് കുറച്ചുകൂടെ എളുപ്പമായി. പിന്നെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നമുക്ക് ടീച്ചേഴ്സ് എപ്പോഴും അവൈലബിൾ ആണ്. ഇനി ഇല്ലെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സിനോട് പറഞ്ഞ് അവരെങ്ങനെയും നമുക്ക് കോൺടാക്ട് ചെയ്ത് തരും. ഇപ്പോൾ ലൈബ്രറി ബുക്സ് ആണെങ്കിൽ പോലും പെട്ടെന്ന് അവൈലബിൾ അല്ലാത്ത ബുക്സ് പോലും നമ്മൾ പറഞ്ഞാൽ ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ അവർ എത്തിച്ചു തരാറുണ്ട്. അതായത് ഫുൾ സപ്പോർട്ടിന് എന്തുണ്ട്, ഫുൾ ടീം മെമ്പേഴ്സ് എന്തുണ്ട്, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ആ ഒരു കാര്യം കൂടെ എന്ത് പറയുന്നുണ്ട്, എടുത്ത് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ഡൗട്ട് വന്നു. അപ്പോൾ ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഒരു പ്രശ്നമാണ്, എവിടെ ചോദിക്കും, ആരോട് ചോദിക്കും? കാരണം തെറ്റായിട്ടുള്ള കാര്യം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു ഡൗട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിരുന്നത്? ഏത് മെത്തേഡായിരുന്നു? ഞാൻ എടുക്കുന്ന പോർഷൻസ് അന്ന് വായിച്ചിട്ട് അതിലുള്ള ഡൗട്ട് എഴുതി വെച്ച് നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ വരുമ്പം ടീച്ചറിനോട് ചോദിക്കും. ഇനി റിവിഷൻ ടൈമിലാണ് ഡൗട്ട് വരുന്നതെങ്കിൽ അത് ലേണിംഗ് ആപ്പിൽ ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി ഉണ്ട്. അത് ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് മോഡൽ എക്സാംസ് ആയപ്പോൾ നമ്മൾ എക്സാം എഴുതാൻ മാത്രമായിരുന്നു സെൻറ്ററിൽ പോകുന്നത്. അപ്പോൾ ആ ടൈമിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയത് ലേണിംഗ് ആപ്പ്. അതുവഴി നമുക്ക്, അതായത് ലേണിംഗ് ആപ്പിൻ്റെ ഇമ്പോർട്ടൻസ് കൂടെ എടുത്ത് പറയണം ഈ ഒരു റിസൾട്ടിൽ. കാരണം ഓൺലൈൻ നമ്മുടെ ഇപ്പോൾ ഒരു ജനറേഷൻ ചേഞ്ച്, നമ്മുടെ ടെക്നോളജി ഡെവലപ്മെൻറ്റിൽ ഈ ഒരു ലേണിങ്ങും എന്തുണ്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ എപ്പോഴും കുട്ടികൾ പറയും നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലെങ്കിൽ ലേണിംഗ് ആപ്പ് അത്രയ്ക്ക് കറക്റ്റ് ആവുന്നില്ല, പ്രോപ്പർ അല്ല. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തോ? ഇല്ല, ഞങ്ങളുടെ ഹോസ്റ്റലിൽ വൈഫൈ ഫുൾ ടൈം ഓൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് അങ്ങനെ വന്നിട്ടില്ല. അല്ല, നമ്മളുടെ ഹോസ്റ്റലല്ല, പൊതുവേ കുട്ടികൾ പറയുന്നതാണ് പഠിക്കുന്ന സമയത്ത് ഓൺലൈൻ ക്ലാസ്സാണ് നമുക്ക് അത്രയ്ക്ക് ആപ്റ്റായി കിട്ടാല്ല. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തോ? ഇല്ല, ഓൺലൈൻ ക്ലാസ്സസും യൂസ്ഫുൾ ആണ്. നമ്മൾ എങ്ങനെ അതിൻ്റെ എഫേർട്ട് ഇടുന്നു എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ്. ആ ടീച്ചേഴ്സ് അത്രയും നന്നായിട്ട് ഇൻട്രാക്റ്റീവ് ആയിട്ട് തന്നെ ക്ലാസ് നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്, അല്ലാതെ ഓൺലൈൻ യൂസ്ഫുൾ അല്ല എന്ന് പറയാൻ പറ്റില്ല. അതായത് നമ്മളാണ് എന്തിന് കാരണം, നമ്മുടെ റിസൾട്ട് കാരണം ആരാണ്? നമ്മൾ തന്നെയാണ്. നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ
ഈ ഒരു ടെൻഷൻ അല്ലെങ്കിൽ എന്താണ് ഡെയിലി എക്സാം, തിങ്കളാഴ്ച ചൊവ്വാഴ്ച എക്സാംസ്, അതേപോലെ തന്നെ സ്കൂളിലുള്ള എക്സാംസ്, പിന്നെ മോഡൽ എക്സാം, ഇവിടുത്തെ മോഡൽ എക്സാം, നീറ്റിൻ്റെ, അതെല്ലാം കൂടെ എങ്ങനെ ടാലി ആക്കി കൊണ്ടുപോയി? അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് എടുക്കുന്ന പോർഷൻ അന്ന് തന്നെ ഒരു 3 times കിടക്കുന്നതിന് മുന്നേ റിവൈസ് ചെയ്യാനുള്ള സമയം നമുക്ക് ഉണ്ടാവും, ക്ലാസ് നന്നായി ശ്രദ്ധിച്ചാൽ. അതായത് അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പെൻഡിങ് വെക്കാൻ പാടില്ല. അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് നമ്മൾ പഠിച്ചു തീർത്താൽ എന്താണ്, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൂവ്ഡ് ഫാക്ട് അല്ലേ, തെളിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സാറിന് ഇപ്പോൾ മോള് ഒരു കൊല്ലം വേസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ റിപ്പീറ്റിന് പോവാതെ റാങ്ക് കിട്ടിയിരിക്കുകയാണ്. എന്താണ് സാറിന് ഫീൽ ചെയ്യുന്നത്? അച്ചീവ്മെന്റ് നമുക്ക് കിട്ടിയത് ബ്രില്യൻറ്റിൽ കൂടെ മാത്രമാണ്. ബ്രില്യൻ്റെ നല്ലൊരു ടീം, അതേപോലെ തന്നെ നമ്മളെ ക്ലാസ് ടീച്ചർ ബിനു സാറ്, അതേപോലെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സ്, അതേപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റി, പിന്നെ ബ്രില്യൻ്റെ അതേപോലെ സ്റ്റഡി മെറ്റീരിയൽസ്, അതെല്ലാം അവൾക്ക് നല്ലോണം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മാക്സിമം അവളെ സമയം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവളെ ഒന്നും ഉപദേശിക്കണമെന്നും വന്നില്ല. അപ്പോൾ അവളെ ഫുൾ ക്രെഡിറ്റ് എടുത്ത് അതിൻ്റെ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ അവൾ പഠിച്ചിട്ടുണ്ട് ക്ലിയറായിട്ട്. അതായത് ഒരു സമയം പോലും എന്ത് ചെയ്തിട്ടില്ല, വേസ്റ്റ് ആക്കിയിട്ടില്ല, അല്ലെങ്കിൽ വേസ്റ്റ് ആക്കാൻ കിട്ടിയിട്ടില്ല. അതായത് കറക്റ്റ് എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അനിയത്തിക്ക് എന്താ തോന്നുന്നത്, ഇനി ചേച്ചി ഡോക്ടർ, ഇനി ചേച്ചിയുടെ പേരിൽ എന്താണ് അറിയപ്പെടുക, ഡോക്ടർ എന്നുള്ളൊരു പേരിൽ അറിയപ്പെടും. സോ അപ്പോൾ എന്താ അനിയത്തിക്ക് തോന്നുന്നത്, ഇതുപോലെ എനിക്കും ഒരു 4 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇതുപോലെ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ടോ? ഉണ്ട്. ചേച്ചി എപ്പോഴും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. ചേച്ചീൻ്റെ ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും പിന്നെ ബ്രില്യൻ ഫാക്കൽറ്റീൻ്റെ സപ്പോർട്ടും കൊണ്ടും തന്നെയാണ് ചേച്ചിക്ക് ഈ റാങ്ക് നേടാൻ പറ്റിയത്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് നമുക്ക് പറയാം, ഇനി എവിടെ അഡ്മിഷൻ എടുക്കണം അല്ലെങ്കിൽ ഇന്ന കോളേജ് പഠിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ, ഏതെങ്കിലും തീരുമാനിച്ചോ? ഞാൻ എയിംസ് ഭുവനേശ്വറാണ് എനിക്ക് ആഗ്രഹം. ഇനി അലോട്ട്മെൻറ്റ് വരുന്ന പോലെയാണ് ബാക്കി. ഓക്കെ, എയിംസ് ഭുവനേശ്വറിൻ്റെ ആണ് ആഗ്രഹം. അതുപോലെ തന്നെ എല്ലാം സക്സസ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് all the very best for your future for the young doctor. Thank you. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.